കൃഷ്ണ എത്ര ഇഡ്ഡലി വെച്ചുടാ? ഇന്നത്തെ പരിപാടി നമ്മുടെ ഇന്നത്തെ നാട്ടിലത്തെ ഗണപതി ആവശ്യമില്ല. കൃഷ്ണ പറഞ്ഞിട്ടില്ലേ. അപ്പൊ നമ്മളിന്ന് നമ്മുടെ കുറ്റിക്കാട് ഗണപതി ക്ഷേത്രത്തിലേക്ക് പോവാണ്. നമ്മുടെ അഷ്ടദ്രവ്യാണ്. അപ്പൊ നമ്മുടെ പ്ലാനൊക്കെ ആകെ തെറ്റി. നമ്മൾ പോയത് നേരെ നേഴ്സറിയിലോട്ടാണ്. നേഴ്സറി ടീച്ചർ വിളിച്ചു പറഞ്ഞു ആദ്യം നേഴ്സറിയിലേക്ക് വരാൻ. ഓഗസ്റ്റ് 15 ആയതുകൊണ്ട് നമ്മൾ നേരെ ആദ്യം അങ്ങോട്ട് പോയി. നേരെ കൊടിയൊക്കെ കിട്ടി ഓരോ മിഠായിയൊക്കെ തന്ന് നേരെ കൊടി ഉയർത്തുന്ന ചടങ്ങിലേക്ക് പോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട്. അപ്പം അമ്മമ്മ പറഞ്ഞു ഒരു 5 തേങ്ങ വേണമെന്ന്. അപ്പം 5 തേങ്ങയും പൊളിച്ചെടുത്ത് കൂടെ ഒരു നാരങ്ങയും വെച്ച് നേരെ അമ്പലത്തിലോട്ട് വിട്ടു. അമ്മൂമ്മ ഏട്ടനും നേരത്തെ പോണ കാരണം ഏട്ടൻ്റെ കയ്യിൽ നാരങ്ങയും തേങ്ങയും കൂടി കൊടുത്തു വെച്ചു. പിന്നെ എൻ്റെ കുളി കഴിഞ്ഞ് നേരെ ഞാനും കൃഷ്ണനും കൂടി നേരെ കണ്ണാടിയൊക്കെ നോക്കി മുടിയൊക്കെ ഒന്ന് ചീന്തി നേരെ അമ്പലത്തിലോട്ട് പോണ വഴിയിലാണ് അങ്ങ് ആകെ ചളിയും ചേറും കൊണ്ടും. കൃഷ്ണൻ കണ്ട അവൻ്റെ പാവാട പൊക്കി പിടിച്ചിട്ടാണ് പോണത്. അങ്ങനെ അമ്പലമൊക്കെ എത്തി അമ്പലത്തിൽ പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങിയ കാരണം നമ്മളൊന്നും കൃത്യസമയത്ത് എത്താറില്ലാത്ത കാരണം കുഴപ്പമില്ല. ബാക്കിയുള്ള പൂജയും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കൃഷ്ണനെ വിട്ടിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് വാടാ പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുക്കാനും വിട്ടു. അവൻ്റെ ഒരു ഷോട്ടാണിത്. അങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്പലത്തിൻ്റെ പുറത്തിറങ്ങി പ്രസാദം വാങ്ങി. അപ്പോഴാണ് നമ്മളൊരു സബ്സ്ക്രൈബർ വന്ന് ചേട്ടൻ്റെ വീഡിയോ കാണാറുണ്ട് പറഞ്ഞിട്ട്. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ വീണ്ടും ഇവനും എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്. 2 സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ ഒരുമിച്ച് കണ്ടുമുട്ടി. പിന്നെ അവർ പറഞ്ഞു ചേട്ടാ വീഡിയോ ഒക്കെ അടിപൊളിയാണ് കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ നമ്മളുടെ ഫുഡ് ഉണ്ടാക്കുന്നിടത്തേക്ക് ചെന്നു. നമുക്കവിടെ ലഘുഭക്ഷണമായിട്ട് ഇഡ്ഡലിയാണ് ഉണ്ടായത്, പ്രഭാത ഭക്ഷണം. അങ്ങനെ നമ്മൾ നേരെ ഫുഡ് അടിക്കാനുള്ള പരിപാടിയിലോട്ട് കിടന്നു. എല്ലാവർക്കും വിളമ്പി കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് അടിക്കായിരുന്നു. എല്ലാവരും നല്ല ഉഷാറിൽ ചാടി ചാടി നിൽക്കണമായിരുന്നു. പെട്ടെന്ന് പരിപാടി ഫിനിഷ് ചെയ്ത് വിട്ടു. പിന്നെ നമ്മളും കഴിക്കാൻ അങ്ങനെ ഇരുന്നു. നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ വീഡിയോയും കാര്യങ്ങളും ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ. അപ്പൊ ഇതിന് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.